അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മിസ്സിന് അറിയാം. കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പരീക്ഷയാണല്ലേ. അപ്പൊ മാത്സിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് ആ ചോദ്യം എന്ന് നമുക്ക് നോക്കാം അല്ലെ. മറ്റൊന്നുമല്ല മക്കളെ, പാറ്റേണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് നമ്മളുടെ പാറ്റേണുമായി ബന്ധപ്പെട്ടത്. സോ നമുക്ക് നോക്കാം അല്ലെ. ഓരോ കുഴിയിലും നട്ട വിത്തുകളുടെ എണ്ണം നോക്കി പാറ്റേൺ പൂർത്തിയാക്കൂ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ആദ്യം തന്നെ നിങ്ങൾ നോക്കിക്കേടാ, ഏതൊക്കെയാണ് നമ്മുടെ വിത്തുകൾ ഉള്ളത്? മത്തനുണ്ട്, വെള്ളരി ഉണ്ട്, അതുപോലെ പിന്നെ ഒരെണ്ണം നമ്മളായിട്ട് പാറ്റേൺ കണ്ടുപിടിക്കാനുള്ളതാണ്. സോ മത്തൻ എത്ര ഉണ്ടാകുന്നറിയോ? 2, 4, പിന്നെ എത്രയാണ് വരിക? ലാസ്റ്റ് 10 വരിക. അതിന്റെ ഇടയിൽ 2 വട്ടങ്ങളുമാണുള്ളത് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 കഴിഞ്ഞാൽ 4 അതായത് 2നോട് 2 കൂട്ടിയപ്പോൾ 2 + 2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടിയില്ലേ. 2 + 2 ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി. അപ്പൊ 4നോട് 2 കൂട്ടിയാൽ മതിയില്ലേ. 4 + 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4ഉം 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും മിസ്സേ. ഇനി 6നോട് 2 കൂട്ടിക്കഴിഞ്ഞാലോ 6 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 ആണ് കിട്ടുക. അതുപോലെ 8 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതേ 10 കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ ആദ്യമേ എന്ത് തന്നിട്ടുണ്ട്? 10 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ വെള്ളരിയുടെ പാറ്റേൺ ആണ് ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്. സോ ആദ്യത്തെ സംഖ്യ എന്താണെടാ? 3 ആണ്. 3നോട് 3 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഈ ഒരു 6ഉം നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു പാറ്റേണിൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ 6നോട് 3 കൂട്ടിക്കഴിഞ്ഞാൽ 6 + 3 7 8 9 ലെ 9 ആണ്. 6ഉം 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 9 ആണ്. ഇനി അതുപോലെ എന്ത് ചെയ്താൽ മതി? 9നോടും കൂടെ 3 കൂട്ടാൻ 9 + 3 ചെയ്താൽ മതി അല്ലെ. 9നോട് 3 കൂട്ടിയാൽ എത്രയായി? 9 കഴിഞ്ഞാൽ 10 11 12 3 കൂട്ടിക്കഴിഞ്ഞാൽ 12 എന്ന് ഉത്തരം കിട്ടും. ഇതുപോലെ നമ്മളോട് ഒരു പാറ്റേൺ എഴുതാനാണ് പറഞ്ഞത്. ഒരു സംഖ്യ ഇങ്ങനെ കൂട്ടുമ്പോൾ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ എഴുതാനാണ് പറഞ്ഞത്. മിസ് ഏതാ എഴുതുന്നതെന്ന് അറിയോ? മിസ് 5 ആണ് ആദ്യം എഴുതുന്നത്. അപ്പൊ 5നോട് 5 കൂട്ടിയാൽ എത്രയാണ്? 5 + 5 ചെയ്ത് കഴിഞ്ഞാൽ 10 ആണ് നമുക്ക് കിട്ടുക. അതുപോലെ 10നോട് 5 കൂട്ടിയാലോ 10നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. ഇനി 15നോട് 5 കൂട്ടിയാലോ 15നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 20 ആണ് ഉത്തരം കിട്ടുക. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാറ്റേൺ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.